താഴെ ക്യാബിനുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ക്യാബിനുണ്ട്. അതായത് ഒന്ന് മാനേജർക്ക് ഇരിക്കാനുള്ളതും ഒന്ന് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഇരിക്കാനുള്ള ക്യാബിന്. എനിക്കുള്ള ക്യാബിൻ, അതായത് കഴിഞ്ഞ വർഷം വരെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന ക്യാബിനായിരുന്നു അത്. ഫസ്റ്റ് ഫ്ലോറിൽ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ഇരിക്കാനുള്ള ക്യാബിനാണ് ഉള്ളത്. അപ്പോൾ താഴെ ക്യാബിനുണ്ട്, അത് ലോക്ക് ചെയ്തിട്ടിരിക്കുക. അടുത്ത മീറ്റിങ്ങിന് ഞാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങ് പോയത് ലോക്ക്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും ചോദിച്ചില്ല. പിന്നെ വരുമ്പോൾ കാണുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്നുള്ള ആ സ്റ്റിക്കർ മാറ്റിയിട്ട് അവിടെ ട്രഷറർ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ എനിക്ക് ക്യാബിനില്ല. അതായത് അതിൻ്റെ അർത്ഥം നീ ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് വരണ്ട, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചില്ല. കാരണം ഒരു ക്യാബിൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ബഹളം ഉണ്ടാക്കി എന്നുള്ളൊരു കഥയായിരിക്കും പുറത്ത് വരാൻ പോകണമെന്ന് എനിക്കറിയാം. ക്യാബിൻ കിട്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഡിസേർവിങ് ആയിട്ടുള്ളൊരു ക്യാബിനാണത്. അപ്പോൾ ഒരു സ്ത്രീകളുള്ളൊരു കമ്മിറ്റി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തൊരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ. എന്നിട്ട് ആദ്യം ചെയ്തത് എന്താ, സ്ത്രീ ആയിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറിയുടെ ക്യാബിൻ അങ്ങനെ നിഷേധിച്ച്. അത് ഞാൻ പുറത്ത് പറഞ്ഞില്ല ആ സമയത്ത്. ഓക്കെ പോട്ടെ, ഒറ്റയടിക്ക് പറഞ്ഞിട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാഞ്ഞതാണ്. ഞാൻ മെമ്പേഴ്സിനോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം. ഈ ജനറൽ ബോഡിയിലാണ് മെമ്പേഴ്സ് പോലും അറിഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം. ജോയിൻറ്റ് സെക്രട്ടറിക്ക് ഉള്ള ക്യാബിൻ മാറ്റിയിട്ട് അത് ട്രഷറർക്ക് കൊടുത്തു. എന്നെ അങ്ങനെ ഒരു ക്യാബിനിൽ ഇരുത്താൻ ഒരു ദിവസം പോലും എന്നെ ഇരുത്തിയിട്ടില്ല ക്യാബിനിൽ. അപ്പോൾ അത് ആദ്യമേ അപ്പോൾ അവർ പ്ലാൻ ചെയ്തു ഒരു ദിവസം പോലും ഇരുത്തരുത് ജോയിൻറ്റ് സെക്രട്ടറി എന്ന്. ചോദ്യം ചോദിക്കേണ്ട അങ്ങനെ ഒരാൾ ഇരുന്നിട്ട്, അതായിരിക്കും. അപ്പോൾ അത് വിട്ടു. പിന്നെ ഇങ്ങനെ ഓരോ ഗ്രാജുവലി ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഓരോന്നിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല, ഉത്തരം മുട്ടുമ്പോൾ പരിഹസം.